ഒരു വാക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരായി, നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി നിങ്ങളൊന്ന് ചുണ്ടനക്കിയോ? കുഴപ്പമില്ലെന്ന് പറയുന്നു. കുഴപ്പമില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സ്തൂപമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയില്ല. കേരളത്തിൽ ധനപ്രതിസന്ധിയുണ്ട് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ്. കേരളത്തിൽ ധനപ്രതിസന്ധിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അപേക്ഷ, ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് വിതരണക്കാർ മരുന്ന് കൊടുക്കാറ്. ആദ്യം ആ പൈസ ഒന്ന് കൊടുക്കണം. രണ്ടാമത്, മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല. കോടികളാണ് സപ്ലൈകോയുടെ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. ആ പണം ഒന്ന് കൊടുക്കണം. ആ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പാവങ്ങളുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 60,000 കോടി ഒന്ന് കൊടുക്കണം. അംഗൻവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്ന് കൊടുക്കണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കണം. കാരുണ്യ പദ്ധതിയിൽ കാർഡ് എടുക്കുന്നില്ല ആശുപത്രിയിൽ, അതിന്റെ ഒരു 1800 കോടി കൊടുക്കാനുണ്ട്. അതെല്ലാം ഒന്ന് കൊടുക്കണം. അതും പോട്ടെ, സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് 3 മാസമായി. ആ ശമ്പളം ഒന്ന് കൊടുക്ക്. നിങ്ങൾ കൊടുക്കാനുള്ള തുക ഏകദേശം 1.5 ലക്ഷം കോടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ ആകെ പൊതുക്കടം 1.5 ലക്ഷം കോടി. 2026 ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ ആകെ കടം 6 ലക്ഷം കോടി. കേരളത്തെ പാപ്പരാക്കിയ, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ, ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാർ. KSRTC പൂട്ടാറായി. KSEB 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പൊ കൂട്ടി ഏപ്രിലിൽ. ഇന്നലെ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നു 32 പൈസ കൂടി യൂണിറ്റിന് കൂട്ടണമെന്നാണ്. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ, കൊള്ളക്കാരുടെ സർക്കാർ, ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ ശബ്ദം.